ഓക്കെ, നമുക്കിന്ന് 20 ജാനുവരി 2026 ഒരു എൻട്രി നോക്കാം. അതും GBP USD. ഓക്കെ, ഫസ്റ്റ് മന്ത്ലിയിലേക്ക് പോകാം. മന്ത്ലി സ്റ്റാർട്ട് ചെയ്യാം. മന്ത്ലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മന്ത്ലിയിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്തറിയാം. ജനുവരി മന്തിൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഫെബ്രുവരി മന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ മന്ത്ലി ബയാസും വീക്ക്ലി ബയാസിനെ കുറിച്ച് ഓരോ വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീക്ക്ലി ബയാസും മന്ത്ലി ബയാസും. അപ്പോൾ ഈ വീക്കിൻ്റെ ബയാസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പഴയത് നോക്കിയാൽ മതി, എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്തത്. മന്ത്ലി ബയാസ് ബീറിഷ് ബയാസാണ്. ഇത് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു മൂവ്മെൻ്റാണ് CRT. മന്ത്ലി CRT ഇതാണ്. മന്ത്ലി CRT വർക്കൗട്ടായി, പക്ഷേ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഉള്ളിലാണ് നിൽക്കുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മന്ത്ലി ഒരു ബീറിഷ് ബയാസാണ്. വീക്കിലിയിലേക്ക് വരുമ്പം വീക്കിലി സെയിം വീക്കിലിയിൽ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. വീക്കിലിയിൽ ഒരു വീക്കിലിയിൽ CRT ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ വീക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വീക്കിലി CRT പുതിയത് വരുള്ളൂ. കാരണം പഴയ പ്രീവിയസ് CRT ഓൾറെഡി ഫിനിഷായി, അതുകൊണ്ടാണ്. ഇതായിരുന്നു പ്രീവിയസ് CRT, അത് ഇവിടെ ഫിനിഷായിട്ട് പുതിയത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. പുതിയ CRT ആണ്. വീക്കിലിയിൽ ഒരു ബീറിഷ് ബയാസാണ്. സിറ്റുവേഷൻ ബയാസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ CRTയിൽ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ദെൻ ഡെയിലിയിലേക്ക് വരുമ്പോൾ ഡെയിലി നമുക്ക് ഫസ്റ്റ് ഡെയിലി പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൺഡേ ഇതാണ്. മൺഡേ ഒരു എക്സ്പാൻഷൻ ആയിരുന്നു. ഇത് ഡെയിലി അല്ല, വീക്ക്ലി പ്രൊഫൈൽ. മൺഡേ ഒരു എക്സ്പാൻഷൻ ആയിരുന്നു. ദെൻ അതൊരു കീ ലെവൽ ഇവിടെ എത്തി. ഇവിടെ ഒരു കീ ലെവൽ ഉണ്ടായിരുന്നു, FEG കവർ ചെയ്തു. പിന്നെ ട്യൂസ്ഡേ ഒരു ഹൈയിലേക്ക് പോയി, ഈ റിജക്ഷൻ ബ്ലോക്ക് എടുത്തിട്ട് റിവേഴ്സൽ തന്നു. അതാണ് ട്യൂസ്ഡേ സംഭവിച്ചത്. നമ്മുടെ എൻട്രി പറയുന്നത് ട്യൂസ്ഡേത്തെ എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. 20th എൻട്രിയാണ് വരുന്നത്. അപ്പോൾ ട്യൂസ്ഡേ അങ്ങനെയായിരുന്നു സംഭവം. ട്യൂസ്ഡേ എക്സ്പാൻഷൻ പിന്നെ റിവേഴ്സൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എക്സ്പാൻഷൻ പ്രൊഫൈൽ 1 വർക്കൗട്ട് ആവുന്ന രീതിയിൽ. ഡെയിലിയിൽ നമുക്കൊരു ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഇവിടെ ഒരു MSS ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ലോ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ലോവർ ഹൈ, ദെൻ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അതായത് 19th ഈ മൺഡേ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. 19th ജനുവരിയിൽ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മേലോട്ട് പോകുമായിരുന്നു. ട്യൂസ്ഡേ പോയി ഇവിടെ ഹൈ ടച്ച് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ റിജക്ഷൻ ബ്ലോക്ക് ചെയ്യുന്നു, പിന്നെ അങ്ങോട്ട് താഴോട്ടേക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഡെയിലി CRT ഇതായിരുന്നു. മൺഡേയിൽ അത് വർക്കൗട്ട് ഇല്ല എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് എന്നിട്ട് ഇനി 4 ഹവറിലേക്ക് പോകാം. 4 ഹവറിൽ ഇന്ന് മോർണിംഗ് 21 നമുക്ക് എൻട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ബയാസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വന്നില്ലായിരുന്നു. മാനിപ്പുലേഷൻ ബുള്ളിഷ് ബയാസ് ആയിരുന്നു മോർണിംഗ് നമുക്ക് ഫീൽ ചെയ്ത. ബട്ട് ബ്രേക്ക് ചെയ്തത് മുകളിലായിരുന്നു, അതുകൊണ്ട് മാനിപ്പുലേഷൻ മുകളിലായിരുന്നു. സം റീസൺസ് കൊണ്ട് നമുക്ക് അവിടെ എൻട്രി ചെയ്തത്. പിന്നെ വന്നേക്കുന്നത് നമ്മൾ ലണ്ടൻ സെക്ഷൻ കഴിഞ്ഞ് ന്യൂയോർക്ക് സെക്ഷനിൽ നമ്മൾ നോക്കിയപ്പോൾ CRT ഇതാണ്. 5 o'clock ആണ്. 5 AM ആണ് CRT. 5 AM CRT ആണ്. 5 AM അല്ല, 1 AM ആണ് CRT. 4 hours CRT ആയിട്ട് 1 AM ആണ് എടുത്തേക്കുന്നത്. കാരണം 5 AM ഇൻസൈഡ് ആയിരുന്നു. 1 AM ഇൻസൈഡിലായിരുന്നു 5 AM. അതുകൊണ്ട് 5 AM CRT എടുത്തു. CRT എവിടെയാണ് ക്ലോസ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ നമുക്ക് CRT ക്ലോസ് ചെയ്തത് ഇവിടെ റിജക്ഷൻ ബ്ലോക്കിലാണ്. ക്ലോസ് ചെയ്തത്. ഇതൊരു റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. ലിക്വിഡിറ്റി പോയിന്റ് കീ ലെവൽ എന്ന് പറയുന്ന റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്. പിന്നെ ഈ OB ഉണ്ട്. ഈ OBയിലാണ് 2 കീ ലെവലിലാണ് 5 AM ഫിനിഷ് ചെയ്തത്. സോ അവിടുന്ന് ഒരു എക്സ്പാൻഷൻ റിവേഴ്സൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ എക്സ്പാൻഷൻ വീക്ക് പ്രൊഫൈൽ 1 ആയതുകൊണ്ട് ട്യൂസ്ഡേയിൽ റിവേഴ്സൽ എന്നുള്ളത് കൊണ്ട് ഒരു റിവേഴ്സൽ ബീറിഷ് ബയാസാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 4 ഹവറിൽ മൺഡേയിൽ നമ്മൾ ബീറിഷ് ബയാസാണ് നോക്കുന്നത്. 4 ഹവറിൽ ബീറിഷ് ബയാസാണ് നോക്കുന്നത്. നമ്മളപ്പോൾ 15 മിനിറ്റ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക, എന്തായിരിക്കും സിറ്റുവേഷൻ. നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി കിട്ടണമായിരുന്നു. മാനിപ്പുലേഷൻ പ്രതീക്ഷിക്കേണ്ട, കാരണം കീ ലെവലിൽ എൻഡ് ചെയ്തുകൊണ്ട് മാനിപ്പുലേഷൻ ഇല്ല. പിന്നെ നമുക്ക് ഇത് ഇവിടെ ഓൾമോസ്റ്റ് 75% വരെ മാർക്കറ്റ് എത്തി.
മാർക്കറ്റ് ഓൾമോസ്റ്റ് 75% വരെ എത്തി. ഇത്രയും കൂടെ ഫില്ല് ചെയ്യാനുള്ളൂ CRT. അപ്പോൾ പിന്നെ എന്താ ഉള്ള ഓപ്ഷൻ? നമുക്ക് ഫസ്റ്റത്തെ എൻട്രി CSD എൻട്രി ഇല്ല, CSD ഇവിടെ ഇല്ല. പിന്നെ FEG OTE എൻട്രി. FEG എൻട്രി ഓൾറെഡി ഫിനിഷ് ആയിപ്പോയി. 8:30 ലണ്ടൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഫിനിഷ് ആയിട്ടാണ് ഇത് ഇവിടേക്ക് വന്നത്. പിന്നെ ഉള്ളത് നമുക്കുള്ളത് ഫൈനലായിട്ടുള്ള ലാസ്റ്റ് കിസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന KOD എൻട്രി ആണുള്ളത്. കിസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ എൻട്രി. കിസ് ഓഫ് ഡെത്ത് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈസ് ഇത് ഓരോ പാറ്റേൺ ആയിട്ടാണല്ലോ ഇവിടെ വന്നേക്കുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ദെൻ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ തിരിച്ചു വന്നു, ഇത് വന്നു, അങ്ങനെയാണ് മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇവിടെ വരും, കാരണം ബ്രേക്ക് ചെയ്ത് വെച്ച് നോക്കിയാൽ മതി. ഇവിടെ വരും, ഇവിടെ വരും. 8:30 ആയപ്പോൾ ഇവിടെയാണ് നമുക്ക്. പിന്നെ അപ്പോൾ ഈ 3 പോയിൻറ്റ്സാണ് കിട്ടിയേക്കുന്നത്. ഞാനിവിടെ ഏറ്റവും അടുത്തുള്ളത് ഒരെണ്ണം ഇത് വരച്ചിട്ടു. ഇതൊരു OB ആയിട്ട്, ഒരു ഹൈ, അതൊരു OB ആയിട്ട് വരച്ചിട്ട് നമുക്ക് എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 9:30 നമുക്ക് 10 o'clockനാണല്ലോ എൻട്രി വരുന്നത്. 10 o'clockനാണ് എൻട്രി വരുന്നത്. ഓക്കെ, 10 o'clock ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കും മാർക്കറ്റ് എന്നുള്ളത് നോക്കാം. തിരിച്ചു വന്നു, മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുമോ ഇല്ലെന്ന് നോക്കാം. ആ OB വരച്ചതിൻ്റെ. ഓക്കെ, നമുക്ക് ഈ OB വരച്ചത് ബ്രേക്ക് ചെയ്തത് ഇതാ എത്ര മണിക്കാണ്? 10:30ക്കാണ്. 10:30ക്കാണ് കിസ് ഓഫ് ഡെത്തിൻ്റെ അല്ലെങ്കിൽ KODൻ്റെ OB നമുക്ക് ക്രിയേറ്റ് ആയത്. KODൻ്റെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കിസ് ഓഫ് ഡെത്തിൻ്റെ OB, ഇതൊരു കിസ് ഓഫ് ഡെത്തിൻ്റെ OB ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത്. ഇതൊരു ഹൈ ബ്രേക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ക്യാൻഡിലിൻ്റെ 50 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ലോയാണ് OB എന്ന് പറയുന്നത്. പിന്നെ അത് തിരിച്ച് റിവേഴ്സിലി എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്, അപ്പോൾ അത് CISD ആയിട്ട് ചേഞ്ച് ചെയ്യും. CISD ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കും. ഈ CISDന്ന് എൻട്രി ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെച്ച് 1:2 എൻട്രി. ഇപ്പോൾ സമയം 45 ആയി. നമുക്കിവിടെ 11 ഇവിടെ എൻട്രി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എൻട്രി ഉണ്ടാകും. നമുക്കത് നോക്കാം. എൻട്രി എക്സിക്യൂട്ടായി. SL അടിക്കുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. SL അടിച്ചിട്ടില്ല. യെസ്, നമുക്കിവിടെ TP അടിച്ചു. ഇതാണ് കിസ് ഓഫ് ഡെത്ത് എൻട്രി എന്ന് പറയുന്ന സംഭവം. കിസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. അങ്ങനെ 2-3 ടൈപ്പ് എൻട്രീസ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ഒരു കിസ് ഓഫ് ഡെത്ത് ഇത് 20th January 26 GBP/USD ഉണ്ടായ ഒരു എൻട്രിയാണ് കിസ് ഓഫ് ഡെത്ത് എൻട്രി. ദൈവം സഹായിച്ച് ഞാൻ ഇന്നലെ ഇത് എടുത്തില്ല. ഞാൻ ആ സമയത്ത് ഞാൻ ഇട്ടത് ഇവിടെ നിന്നായിപ്പോയി. 11 o'clockന് ഇത് ഞാൻ നോട്ടീസ് ചെയ്തില്ലായിരുന്നു. ഞാൻ അന്നേരം വേറെ കാര്യങ്ങൾ EUR/USD എൻട്രി ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ബട്ട് എനിക്ക് ഈ എൻട്രി മിസ്സായിപ്പോയി. ഞാൻ കറക്റ്റ് ഇപ്പം കറക്റ്റായിട്ട് നോക്കി എനിക്ക് ഇത് കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എൻട്രി എക്സിക്യൂട്ട് ചെയ്തതെങ്കിൽ എനിക്ക് ഈ എൻട്രി കിട്ടിയാണ്. ഞാൻ എൻട്രി മിസ്സായിപ്പോയി. എനിക്ക് കുഴപ്പമില്ല, കാരണം മാർക്കറ്റിൽ എൻട്രീസ് ഇഷ്ടം പോലെ വരുമല്ലോ. ഇന്നലെ ഒന്ന് മിസ്സായെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം നാളെയും മറ്റന്നാളും ഒക്കെ എൻട്രീസ് ഉണ്ട്. സോ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നമുക്കിനി അടുത്തൊരു എൻട്രി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.